PSC ഈസി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പുതിയ നിയമനങ്ങൾ. കേരളത്തിൽ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരെ കുറിച്ച്, അതായത് ഏറ്റവും പുതിയ നിയമനങ്ങളാണ് പറയുന്നത്. നമുക്കറിയാം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വരെ മാറാൻ പോവുകയാണ് അല്ലെ. ഇത്രയും നാള് ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു അല്ലെ. 38ാമതിനി നിതിൻ മധുകർ ജംദാർ ആണ്. നിതിൻ മധുകർ ജംദാർ. അങ്ങനെ കുറെ പേര് മാറിയിട്ടുണ്ട്. കേരള ലോകായുക്ത മാറി, അതുപോലെ മനുഷ്യാവകാശ കമ്മീഷന്റെ പിന്നെ എസ് മണികുമാർ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റു. തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷണറായി ചുമതലയേറ്റു. ഇപ്പൊ ഒരുപാട് പുതിയ നിയമനങ്ങൾ വരുന്നുണ്ട്. ഇനിയുള്ള എക്സാംസിന് പോകുന്നവര് നിയമനങ്ങളൊക്കെ അപ്ഡേറ്റ് ആക്കി വെക്കണം. എല്ലാം പുതിയത് പഠിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പുതിയ നിയമനങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ്, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആവുന്നത് നിതിൻ മധുകർ ജംദാർ. ആരാണ്? നിതിൻ മധുകർ ജംദാർ ആണ്. നമുക്കറിയാം ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു നിലവില് ഇത്രയും കാലം 38ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിച്ചത് അല്ലെ. 37ാമത് SV ഭാട്ടി ആയിരുന്നു. 38ാമത് AJ ദേശായി എന്നറിയപ്പെടുന്ന ആശിഷ് ജിതേന്ദ്ര ദേശായി, ഗുജറാത്ത് സ്വദേശിയാണ് അല്ലെ. ഇനി വരുന്നത് ബോംബെ ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജായ നിതിൻ മധുകർ ജംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്നത് കേട്ടോ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആകുന്നത് നിതിൻ മധുകർ ജംദാർ. നെക്സ്റ്റ്, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി വി വേണു ആണ്. വി വേണു 48ാമത് ചീഫ് സെക്രട്ടറിയാണ് വി വേണു. നമുക്കറിയാം VP ജോയ് 47ാമത് വിരമിച്ചു അല്ലെ. അതിനുശേഷം വി വേണു ആണ് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി. ഇനി കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ, അത് PSC ഇടക്കിടക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. BS മാവോജി ആണ്. BS മാവോജി, കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ. BS മാവോജി, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ BS മാവോജിയാണ്. അത് കേന്ദ്രത്തിന്റെ ആകുമ്പോൾ പട്ടികജാതിക്ക് വേറൊരാളുണ്ടാവും, പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ വേറെ ഉണ്ടാവും, രണ്ടെണ്ണം ഉണ്ടാവും. പക്ഷെ കേരളത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും കൂടി ഒന്നാണ് പഠിക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ BS മാവോജിയാണ്. അടുത്തത് കേരള ഗവർണർ നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് അല്ലെ. ആരിഫ് മുഹമ്മദ് ഖാൻ 22ാമത് ഗവർണറാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതുപോലെ CM ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ 23ാമത് മുഖ്യമന്ത്രി അല്ലെ. 12ാമത്തെ വ്യക്തിയാണ് കേട്ടോ മുഖ്യമന്ത്രിയാകുന്ന 12ാമത് വ്യക്തിയാണ് പിണറായി വിജയൻ. പിന്നെ ആസൂത്രണ ബോർഡ് അധ്യക്ഷനൊക്കെ മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും, അത് ഓർമ്മിച്ചോളൂ. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി, അതായത് പിണറായി വിജയൻ. ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ കേട്ടോ, നോട്ട് ചെയ്തോളൂ. ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ. അപ്പൊ ഇത്രയും പറഞ്ഞതൊന്നുകൂടി പറയാം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ. പിന്നെ കേരള ചീഫ് സെക്രട്ടറി വി വേണു ആണ്. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ BS മാവോജി. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുപോലെ ആസൂത്രണ ബോർഡ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതും പിണറായി വിജയനാണ്, മുഖ്യമന്ത്രി. ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ. നെക്സ്റ്റ്, കേരള സ്പീക്കർ നിലവിൽ AN ഷംസീർ ആണ്. AN ഷംസീർ 24ാമത്തെ സ്പീക്കറാണ്. കേരള നിയമസഭ AN ഷംസീർ സ്പീക്കറാണ്, 24ാമത്തെ ആള്. 15ാം നിയമസഭയാണ് അല്ലെ. 15ാം കേരള നിയമസഭയിലെ നിലവിൽ സ്പീക്കർ ആരാണ്? AN ഷംസീർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ കേട്ടോ, മാറരുത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പ്രോട്ടം സ്പീക്കർ ആരായിരുന്നു? PTA റഹീം ആണ് കേട്ടോ, PTA റഹീം. അപ്പൊ സ്പീക്കർ AN ഷംസീർ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, പ്രോട്ടം സ്പീക്കർ PTA റഹീം. അതുപോലെ ചീഫ് സെക്രട്ടറി വി വേണു പറഞ്ഞല്ലോ. ഇനി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ട്, KM എബ്രഹാം ആണ് കേട്ടോ. KM എബ്രഹാം, ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം, അത് നോട്ട് ചെയ്തോളൂ. അപ്പം കേരള സ്പീക്കർ AN ഷംസീർ പറഞ്ഞ് 24ാമത്തെ സ്പീക്കറാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണെങ്കിൽ പ്രോട്ടം സ്പീക്കർ ആരാ പറഞ്ഞത്? PTA റഹീം ആണ്. അതുപോലെ 15ാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേട്ടോ, നോട്ട് ചെയ്തോളൂ. VD സതീശൻ ആണ് പിന്നെ പ്രതിപക്ഷ നേതാവ്. പിന്നെ ചീഫ് വിപ്പ് അതുണ്ട്, N ജയരാജ് ആണ്. 15ാം നിയമസഭയുടെ ചീഫ് വിപ്പ് ആരാണെന്ന് ചോദിച്ചാൽ N ജയരാജ്. സ്പീക്കർ AN ഷംസീർ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, പ്രോട്ടം സ്പീക്കർ പറഞ്ഞത് PTA റഹീം ആണ്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം ആണ്. 15ാമത് ചീഫ് വിപ്പ്, 15ാം നിയമസഭയുടെ ചീഫ് വിപ്പ് N ജയരാജ്. ഇനി കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ, അതുപോലെ കേരള പ്രതിപക്ഷ നേതാവ് പറഞ്ഞു VD സതീശ് അല്ലെ. ഇനി കേരള അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പ്. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്?
ഗോപാലകൃഷ്ണ കുറുപ്പാണ് കേട്ടോ. പിന്നെ കേരള ലോകായുക്ത ഞാൻ പറഞ്ഞു സിറിയക് ജോസഫ് മാറിയല്ലേ, വിരമിച്ചു. ഇനി ചുമതലയേൽക്കുന്നത് അനിൽകുമാർ ആണ് കേട്ടോ. കേരളത്തിന്റെ പുതിയ ലോകായുക്ത ആവുന്നത് ആരാണ്? അനിൽകുമാർ. സിറിയക് ജോസഫ് മാറാൻ പോവുകയാണ്. അനിൽകുമാറാണ് പുതിയ ലോകായുക്തയായി, കേരളത്തിന്റെ ലോകായുക്തയായി ചുമതലയേൽക്കുന്നത്. അതുപോലെ ഉപലോകായുക്ത ഹാറൂൺ റഷീദ്, പിന്നെ ബാബു മാത്യു പി ജോസഫ് ആയിരുന്നു. പക്ഷെ അടുത്തിടെ ബാബു മാത്യു പി ജോസഫ് വിരമിച്ചു. ഇനി സി ഷെൻസി സ്ഥാനമേൽക്കും കേട്ടോ. ഹാറൂൺ റഷീദ്, ഷെൻസി, അങ്ങനെയായിരിക്കും ഉപലോകായുക്ത. ഇനി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് കേട്ടോ. 35ാമത് പോലീസ് മേധാവിയാണ് പിന്നെ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. സംസ്ഥാന പോലീസ് മേധാവി DGP ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, അത് കുറെ നാളെ മാറിയിട്ടൊന്നുമില്ല, ഷാജഹാൻ ആണ്. ഷാജഹാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ. അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വെച്ചാൽ സഞ്ജയ് കൗൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഷാജഹാൻ. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ, അതായത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജയ് കൗൾ ആണ്. ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ. ഇനി കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് യു ഷറഫ് അലി. അതും അടുത്തിടെ നടന്ന ഒരു XPSC എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? യു ഷറഫ് അലിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ സെക്കൻഡ് ഹാഫ് എന്നാണ്. മുൻ ഫുട്ബോൾ താരമായ യു ഷറഫ് അലിയാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷണർ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഞാൻ പറഞ്ഞു തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷണറായിട്ട് S മണികുമാർ മാറി. ഇനിയിപ്പം കേരളത്തിൻ്റെത് മനുഷ്യാവകാശ കമ്മീഷണറായി ചുമതലയേൽക്കുക അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. ആക്ടിംഗ് ആയിട്ട് കുറെ നാൾ ബൈജുനാഥ് ഉണ്ടായിരുന്നു. ആക്ടിംഗ് കമ്മീഷണർ ആരായിരുന്നു? ആക്ടിംഗ് ചെയർപേഴ്സൺ ബൈജുനാഥ്. ഇനി അലക്സാണ്ടർ തോമസ് ആയിരിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ, അലക്സാണ്ടർ തോമസ്. അതുപോലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ. വിവരം, ഹരി, അങ്ങനെ കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ചെയ്ത വീഡിയോയിൽ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരി നായരാണ്. അതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദ്. റഷീദാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ഇനി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ് കേട്ടോ. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി. നമുക്കറിയാം ഇന്ത്യയിൽ കേന്ദ്രത്തിന്റെ ആരാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ? രേഖാ ശർമ്മയാണ് അല്ലെ. സംസ്ഥാനത്ത് കേരളത്തിന്റെ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി. അതുപോലെ വനിതാ വികസന കോർപ്പറേഷൻ ഉണ്ട്, അതിന്റെ ചെയർപേഴ്സൺ KC റോസക്കുട്ടിയാണ് കേട്ടോ. KC റോസക്കുട്ടി. അപ്പൊ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കേരളത്തിന്റെ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ്. കേരള വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആരാണ്? KC റോസക്കുട്ടി. ഇനി PSC ചെയർമാൻ എല്ലാവർക്കും അറിയാവുന്ന ആൻസറാണ് MR ബൈജു അല്ലെ. MR ബൈജു ആണ് PSC ചെയർമാൻ. അതുപോലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയാനന്ദാണ്. വിജയാനന്ദ് 6ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് വിജയാനന്ദ് കേട്ടോ. ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? വിജയാനന്ദ്. അതുപോലെ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ചോദിക്കുകയാണെങ്കിൽ അരവിന്ദ് പനഗരിയ കേട്ടോ. അത് കേന്ദ്രത്തിന്റെ ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ കേരളത്തിന്റെ മാത്രം പഠിച്ചാൽ മതി. അപ്പം ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വിജയാനന്ദാണ്. 6ാമത് ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത്. അതുപോലെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ഉണ്ട്, ആനി ജോർജ് മാത്യു ആണ്. ആനി ജോർജ് മാത്യു. ധനകാര്യ കമ്മീഷൻ കൂടാതെ ശമ്പള കമ്മീഷൻ ഉണ്ട്. ശമ്പള കമ്മീഷൻ ചെയർമാൻ മോഹൻദാസ് ആണ്. കെ മോഹൻദാസ്. 11ാമത് ശമ്പള കമ്മീഷനാണ് നിലവിൽ. ഇപ്പൊ 11ാമത് ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? മോഹൻദാസ്. ശമ്പളം കാണുമ്പോൾ നമ്മൾ മോഹിച്ചു പോകും. പിന്നെ കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയാനന്ദ് ആണെങ്കിൽ ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസ്. അതുപോലെ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഷാജി എൻ കരുൺ ആണ് കേട്ടോ. ഷാജി എൻ കരുൺ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. അതുപോലെ ചലച്ചിത്ര അക്കാദമി ഉണ്ട്, അത് രഞ്ജിത്ത് ബാലകൃഷ്ണനാണ് കേട്ടോ. രണ്ടും മാറരുത്. ചലച്ചിത്ര വികസനം ഷാജി എൻ കരുൺ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ബാലകൃഷ്ണൻ. അതുപോലെ ചലച്ചിത്ര അക്കാദമിന്റെ വൈസ് ചെയർമാൻ ഉണ്ട്, അത് മുൻ നടനായ പ്രേംകുമാർ ആണ്. പ്രേംകുമാർ. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണ്, ചലച്ചിത്ര അക്കാദമി ചെയർമാന് രഞ്ജിത്ത് ബാലകൃഷ്ണൻ, ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആരാണ്? പ്രേംകുമാർ. അതുപോലെ സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ മധുപാലാണ് കേട്ടോ. സിനിമാ താരം മധുപാലനാണ് സംസ്കാര പ്രവർത്തന ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ. ഈ മലയാളം മിഷന്റെ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കട. മുരുകൻ കാട്ടാക്കടയാണ് മലയാളം മിഷൻ ഡയറക്ടർ. അതുപോലെ
സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ ആരാണ് വെച്ചാൽ AG ഒലീനയാണ്. AG ഒലീന സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന. ഇനി കേരള ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ KV മനോജ് കുമാർ ആണ് കേട്ടോ. KV മനോജ് കുമാർ കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. അതുപോലെ കുറച്ചും കൂടി ഇത്രയും പറഞ്ഞു തന്നെ ഒന്നുകൂടി പറയാം. കേരളത്തിന്റെ പുതിയ ലോകായുക്തയാവുന്നത് ആരാണ്? അനിൽ കുമാർ. അനിൽ കുമാർ ആണ്. ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദ്, ഷെൻസി അങ്ങനെ ഉള്ളവരാണ്. സംസ്ഥാന പോലീസ് മേധാവി DGP ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. അനിൽ ഖാൻ ഒക്കെ മാറി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് 35ാമത് സംസ്ഥാന പോലീസ് മേധാവി. അതുപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാനാണ്. തെരഞ്ഞെടുപ്പിന്റെ സ്വീപ്പ് ഐക്കണായി തെരഞ്ഞെടുത്തത് ആരെയാണെന്ന് വെച്ചാൽ ഗോപിനാഥ് മുതുകാടിനെയായിരുന്നു കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാന്. ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ സഞ്ജയ് കൗൾ. അതുപോലെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണ്? U ഷറഫ് അലിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ അലക്സാണ്ടർ തോമസ് ആണ് ഇനി ചുമതലയേൽക്കുക. മണികുമാർ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷണറായി ചുമതലയേറ്റു. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായർ. V ഹരിനായറാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അതുപോലെ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? AA റഷീദ്. ന്യൂനപക്ഷ കമ്മീഷൻ AA റഷീദാണ്. ഈ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഞാൻ പറഞ്ഞു P സതീദേവി. അതുപോലെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? KC റോസക്കുട്ടിയാണ്. KC റോസക്കുട്ടി. വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ ആരാണ്? KC റോസക്കുട്ടി. PSC ചെയർമാൻ MR ബൈജു. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയാനന്ദ്. SM വിജയാനന്ദ്. 6ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് SM വിജയാനന്ദ് കേട്ടോ. ഇനീഷ്യലി നോട്ട് ചെയ്തോളൂ SM വിജയാനന്ദ്. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദ്. കേരള സ്പീക്കർ AN ഷംസീറിന്റെ ഇനീഷ്യലി വരെ മാറ്റിയിട്ട് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. AN ഷംസീർ കൊടുത്തു, AM ഷംസീർ കൊടുത്തു. അങ്ങനെ ഇപ്പൊ എന്തായാലും ഇനീഷ്യൽ അടക്കം പഠിച്ചു വെച്ചതാണെങ്കിൽ എക്സാം ഹോളിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദ്. 6ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. അതുപോലെ ശമ്പള കമ്മീഷൻ ചെയർമാൻ മോഹൻദാസ് ആണ്. K മോഹൻദാസ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആനി ജോർജ് മാത്തിയാണെങ്കിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N കരുൺ. അതുപോലെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാന് രഞ്ജിത്ത് ബാലകൃഷ്ണനാണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാന് പ്രേംകുമാർ. പിന്നെ പറഞ്ഞത് സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? മധുപാലാണ്. പിന്നെ മലയാളം മിഷന്റെ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. മലയാളം മിഷന്റെ നിലവിലെ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കടയാണ്. സാക്ഷരതാ മിഷൻ ഡയറക്ടർ നിലവിൽ AG ഒലീന. സാക്ഷരതാ മിഷന്റെ നിലവിലെ ഡയറക്ടർ AG ഒലീനയാണ്. അതുപോലെ കേരളത്തിന്റെ ബാലാവകാശ കമ്മീഷണർ ആരാണ്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. കേരളത്തിന്റെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. ശമ്പള കമ്മീഷന്റെ മോഹൻ ദാസ് കേട്ടോ. ഇത് കേരള ബാലാവകാശത്തിന്റെ KV മനോജ് കുമാർ. പിന്നെ ഉള്ളത് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ നിലവിൽ K സച്ചിദാനന്ദൻ. അത് മാറരുത്, P സച്ചിദാനന്ദൻ വേറെ ഉണ്ട് കേട്ടോ. എഴുത്തുകാരൻ തന്നെ P സച്ചിദാനന്ദനുണ്ട്, K സച്ചിദാനന്ദനുണ്ട്. അപ്പൊ കേരള സാഹിത്യ അക്കാദമിയുടേത് K സച്ചിദാനന്ദൻ. കേരള K എന്ന് ഓർമ്മിച്ചാൽ മതി. കേരള K. കേരള സാഹിത്യ അക്കാദമി K സച്ചിദാനന്ദൻ. ഇനി കേരള സംഗീത നാടക അക്കാദമിയുടേത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. പ്രശസ്ത ചെണ്ടവിദ്വാനായ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ. ഇനി കേരള ലളിതകലാ അക്കാദമി ഉണ്ടല്ലേ, അതിൻ്റെത് മുരളി ചീരോത്ത്. മുരളി ചീരോത്താണ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ. അതുപോലെ കേരള നാടൻ കല ഫോക്ലോർ അക്കാദമി ഉണ്ടല്ലേ, കേരള നാടൻ കലാ അക്കാദമി ഫോക്ലോർ അക്കാദമി കണ്ണൂർ ചിറക്കൽ ആസ്ഥാനമായിട്ടുള്ള അതിന്റെ അധ്യക്ഷൻ OS ഉണ്ണികൃഷ്ണനാണ്. പടയണിയിൽ പ്രശസ്തനായ OS ഉണ്ണികൃഷ്ണനാണ് ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ കേട്ടോ. പിന്നെ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിന്റെ ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആരാണ്? പള്ളിയറ ശ്രീധരൻ. പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലേ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിലെ ഡയറക്ടർ M സത്യനാണ്. M സത്യൻ. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അതുപോലെ കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷൻ മുരളി ചീരോത്ത്. അതുപോലെ നാടൻ കല ഫോക്ലോർ അക്കാദമിയുടേത് OS ഉണ്ണികൃഷ്ണനാണ്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ് നിലവിൽ?
OS ഉണ്ണികൃഷ്ണൻ. പിന്നെ പറഞ്ഞത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ. അതുപോലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ M സത്യനാണെന്നും പറഞ്ഞു. ഇനി കേരളത്തിന്റെ പുതിയ വനം മേധാവിയായി ചുമതലയേറ്റത് ഗംഗാ സിംഗ് ആണ്. വനം മേധാവി ഗംഗാ സിംഗ്. വനം മേധാവി ആരാണ്? ഗംഗാ സിംഗ്. ഇനി കേരള നിയമസഭാ സെക്രട്ടറി V കൃഷ്ണകുമാർ കേട്ടോ. നിയമസഭാ സെക്രട്ടറിയാണ് N കൃഷ്ണകുമാർ. നിയമസഭാ സെക്രട്ടറി. സ്പീക്കർ N ഷംസീർ പറഞ്ഞു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. പ്രോട്ടൻ സ്പീക്കർ PTA റഹീം പറഞ്ഞു. അതുപോലെ കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇപ്പം പറയുന്നത് കേരള നിയമസഭയുടെ സെക്രട്ടറി N കൃഷ്ണകുമാർ. അതുപോലെ KCBയുടെ ചെയർമാനും MDയുമായി നിയമിതനായ വ്യക്തി ബിജു പ്രഭാകർ ആണ് കേട്ടോ. KCBയുടേത് ബിജു പ്രഭാകർ. മുമ്പ് KSRTC ചെയർമാൻ ആയിരുന്നു അദ്ദേഹം. ഇപ്പോൾ KCBയുടെ ചെയർമാനും MDയുമായി നിയമിതനായത് ബിജു പ്രഭാകർ ആണ്. ഇനി കേരള സാമൂഹിക നീതി വകുപ്പിന്റെ ഡയറക്ടർ H ദിനേശ് ആണ്. കേരള സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ H ദിനേശ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? കേരള വനം വകുപ്പിന്റെ മേധാവി ഗംഗാ സിംഗ്, കേരള നിയമസഭാ സെക്രട്ടറി N കൃഷ്ണകുമാർ, KCBയുടെ പുതിയ ചെയർമാൻ ബിജു പ്രഭാകർ, കേരള സാമൂഹിക നീതി വകുപ്പിന്റെ ഡയറക്ടർ ആരാണ്? H ദിനേശ്. ഇനി കേരള ബാങ്കിന്റെ അതൊന്നും കൂടി പറയാം. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആയി നിയമിതനായത് ജോർട്ടി M ചാക്കോ ആണ്. രണ്ടാമത്തെ CEO ആണ് കേട്ടോ കേരള ബാങ്ക്. ഫസ്റ്റ് ആരാണ്? CEO PS രാജനാണ്. ഇപ്പൊ കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് നിലവിലെ ഓഫീസർ ജോർട്ടി M ചാക്കോ. ജോർട്ടി M ചാക്കോ ആണ്. അതുപോലെ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ കേട്ടോ. ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ്. കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട് കണ്ണൻ. കണ്ണനാണ് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ്. ഇനി കേരളത്തിലെ പിന്നോക്ക സമുദായ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ G ശശിധരനാണ് കേട്ടോ. G ശശിധരൻ. കേരളത്തിലെ പിന്നോക്ക സമുദായ കമ്മീഷൻ, പിന്നോക്കം, പട്ടികവർഗം, പട്ടികജാതിയൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കേരളത്തിലെ ചെയർമാൻ BS മാവോജി പറഞ്ഞല്ലോ. അതുപോലെ പട്ടികജാതി പുതിയ മന്ത്രി ആയിട്ടുണ്ടല്ലേ OR കേളു. OR കേളു ആണ് കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ മന്ത്രി കേട്ടോ. OR കേളു. അപ്പൊ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ BS മാവോജി ആണെങ്കിൽ പിന്നോക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ ആരാണ്? G ശശിധരനാണ്. G ശശിധരൻ. KSRTCയുടെ നിലവിലെ അധ്യക്ഷൻ പ്രമോദ് ശങ്കർ ആണ്. പ്രമോദ് ശങ്കർ. കൊച്ചി മെട്രോ ലോകനാഥ് ബെഹ്റ കേട്ടോ. കൊച്ചി മെട്രോയുടെ നിലവില് ലോകനാഥ് ബെഹ്റയാണ്. പിന്നെ കെ ഫോണിന്റെ MD ആരാണ്? സന്തോഷ് ബാബു. സന്തോഷ് ബാബു ആണ് കെ ഫോണിന്റെ നിലവിലെ MD. ഇനി അതുപോലെ KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ ആരാണ്? സെയ്ദ് അക്തർ മിശ്ര കേട്ടോ. KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സിന്റെ നിലവിലെ ചെയർമാൻ സയ്യിദ് അക്തർ മിശ്രയാണെങ്കിൽ KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഡയറക്ടർ നിലവിൽ ജിജോയ് രാജഗോപാൽ ആണ്. ജിജോയ് രാജഗോപാൽ. അതുപോലെ കേരള ഗ്രാമീണ ബാങ്കിന്റെ ചെയർപേഴ്സണായി നിയമിതയായത് വിമല വിജയ ഭാസ്കർ ആണ്. വിമല വിജയ ഭാസ്കർ. 3 നെയിം ഉണ്ട്. കേരള ഗ്രാമീണ ബാങ്ക് അങ്ങനെ ഓർമ്മിച്ചാൽ മതി. കേരള ഗ്രാമീണ ബാങ്ക് വിമല വിജയ ഭാസ്കർ. വിമല വിജയ ഭാസ്കർ. അടുത്ത വീഡിയോയിൽ കേരളത്തിന്റെ മാത്രം നിയമനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് ഉൾപ്പെടുത്തിയത്. അപ്പൊ ഇന്ത്യയുടെ നിയമനങ്ങൾ ഇനി അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ്സ് ആയി രേഖപ്പെടുത്തുക. താങ്ക്